എനിക്ക് വണ്ടിയിൽ കുടിക്കാറില്ല. സ്ട്രോ ഞാൻ ചോദിച്ചു കള്ളു കുടിക്കാൻ സ്ട്രോ വേണം. പക്ഷെ എന്റെ മറ്റേ ഗ്ലാസ് കുടിക്കണ തമ്മയിൽ ഇതാണ് കേട്ടാ ഭയങ്കര ആലോചനായിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടും കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. സൗണ്ട് കൂടെ കിട്ടൂല. ഞാൻ പൂക്കി എന്നിട്ട് അനിയത്തി വരെ മനസ്സിലാക്കും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് രാമക്കൽമേടാണ്. രാമക്കൽമേട് വിൻമിൽ വ്യൂ പോയിന്റ്. ഭയങ്കര കാറ്റുണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ വലിയ കാറ്റില്ല. ഇവിടെ പറഞ്ഞാൽ അനങ്ങുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. പക്ഷേ മിക്കയിടത്തും അണക്കമില്ല ഗൈസ്. അത് എന്താ സോളോ റൈഡല്ല, ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ വന്നാൽ. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ബൈക്ക് കൂടെ എടുത്തു. നമുക്കൊരു ബൈക്ക് റൈഡ് പോയി. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് കഷ്ടപ്പെട്ട് വെക്കുന്നത് ഋതുവേ. പിന്നെ അല്ല സെറ്റാക്കിയില്ലടാ. എടാ ട്രൈപോഡ് എടുത്താലോ? അങ്ങനെ ഫൈനലി ഞങ്ങൾ ട്രൈപോഡിലേക്ക് നീങ്ങുകയാണ് ഗൈസ്. ഫൈനലി ഗൈസ് ഞങ്ങളിതാ ട്രൈപോഡ് വെച്ച് സെറ്റ് ചെയ്യണം. ആരെയൊന്നും കട്ടായി പോയിട്ടില്ലല്ലോ. ഓക്കെ കമോൺ, നീ ഓടി വരുന്നതൂടെ ഒക്കെ ചേർത്ത് കിട്ടുമല്ലോ. അയ്യോ അനീറ്റ, എന്റെ ഫോൺ ഓൺ ആയിരുന്നു. ആർക്കൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ട്. എടാ ഇതില് മറ്റേ സാധനം ഇട്ടാലോ. ഞാനിപ്പോ ചെന്ന് കയറാൻ പോന്നെ എന്റെ പഴയ ഒരു വിന്റേജ് ക്യാമറയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. എന്റെ പെരുമാറ്റത്തില് ഒന്ന് നോക്കിക്കേ. അതെ അതെ അതെ. പൂവച്ചോ? ഇനി മറ്റേ ഡയലോഗ് കൂടി പറയണം. എന്നെ ശരിക്കും ഒന്ന് നോക്കിയേ, എന്തെങ്കിലും ഒരു പന്തികളുണ്ടോ നോക്കിയേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും ഏറെക്കുറെ ഇല്ലല്ലേ. എന്താ കാര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ചെറിയ എടുത്തിട്ട് കൊള്ളാലേ. ഇതിന്റെ തേന് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കൊള്ളാട്ടോ. ഇത് ഏത് പൂവാടാ? ഇത് മഞ്ഞരളി. മഞ്ഞരളി എന്താ വെച്ചേ? കൊല്ലാൻ നോക്കുന്നതോ? പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇതാ ഈ കായാണല്ലേ? ഈ കായാണ്. അത് തന്നെ. ആ ഇത് വിഷമാണ്. അത് വലുതായി കഴിയുമ്പോൾ അതിനകത്തൊരു കുരു വരും. ഓ, അത് പൊട്ടിച്ചു കഴിച്ചാൽ വിഷം എന്നാണ് നാട്ടിലൊക്കെ വരും. പരക്കെയുള്ള ഇത് തന്നെയാണോ നിർദ്ദേശം? അത് തന്നെ. നിങ്ങളുടെ റീല് പരിപാടി ഉണ്ടോ? എന്തോ കണ്ട് പേടിച്ചോടുന്ന പോലെ ആട്ടോ. അവിടെ ഒരു മനുഷ്യൻ വേറെന്തോ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നു.
ഋതു എന്താണ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നത്? ഇതിനകത്ത് കിട്ടിയോന്ന് അറിയില്ല, കിട്ടിയ ഞാൻ എന്തായാലും ഇട്ടേക്കാം. എവിടെ പോണ്ടേന്ന്? ഋതു ഉണ്ടാവുന്നല്ല. എന്താ നീ എന്നോട് ഇതുവരെ റീൽ എടുക്കാൻ പറയാ? ഞാൻ കൊടയൊക്കെ കളഞ്ഞിട്ട് ഓടുന്നു. പതിയെ പതിയെ. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ സ്ഥലത്തിന് വൈബില്ല. എവിടെയോ ഇല്ല, ഇവിടെ വന്നു. ഞാൻ അപ്പുറത്താ വന്നു. നമ്മളാ ഉള്ളിലേക്ക് കണ്ടില്ലായിരുന്നു ഒരു ട്രക്ക് ചെയ്ത് പോണെന്ന് പറഞ്ഞ മല. അത്ര കാറ്റല്ലേ? ഷോ ആ സമയത്ത് ഞാൻ വന്നിട്ടില്ല. അല്ല, മറ്റന്നാ വിനേട്ടന് കോള്. ചേട്ടാ എന്റെ നടുവൊന്ന് വെട്ടിപ്പിടിച്ച് ഞാൻ ലീവാണ്. തൂങ്ങിക്കിടക്കല്ലേ നീ? ആ, കാല് വെച്ചില്ലേ? അത്ര മതി, അത്ര മതി. ഇനി കയറി എനിക്ക് നിന്നെ ഇറക്കാൻ പറ്റില്ല. ഫയർ എഞ്ചിൻ വിളിക്കേണ്ടി വരും. അതെവിടെ ഉണ്ട്? എടാ എന്നെ കാണാമോ നിനക്ക്? വേണ്ട. എടാ ഇത് ഒടിയോടാ, ഒടിയോടാ, ഒടി 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 ഒടിയും ഒടിയും. അല്ല, ഇവന്റെ വെയിറ്റിനത് ഒടിയത്തില്ല. ആ, ഇവന്റെ വെയിറ്റിനത് ഒടിയത്തില്ല. എടാ ഇതേ ചിലപ്പോ ഒടിഞ്ഞു പോകും. നിങ്ങളുടെ കുട്ടി ഫോട്ടോഗ്രാഫർ. എടാ മോനെ, എടാ എടാ വേഗം എടുക്കടാ, മസിൽ കയറുണ്ടോ? കണ്ടോ അവൻ പ്രൊഫഷണൽ രീതിയിൽ ഫോൺ പിടിച്ചോണ്ടോ? സുമീഷേട്ടനെ കണ്ട് പഠിച്ചാണോടാ? എടാ ഇവന് ഈ അടുത്ത കാലത്ത് അങ്ങനെ എടുക്കൂ. ആരെങ്കിലും അല്ലാണ്ട് പിടിച്ചാൽ രസമുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കൊട തന്നെ നടന്നു. എന്തെന്നാ ഇനിയിപ്പോ നീ കാണിച്ചു തരണം. ഒന്നാം സാക്ഷി നീയാണോ ഒന്നാം സാക്ഷി? കേട്ടോ, അതെ നീ വീഡിയോ കാണിച്ചു തരണം കേട്ടോ. ഇവിടുത്തെ കാറ്റത്ത് പറക്കുന്ന എന്നെ കാണുന്നുണ്ടോ? ഞാനെവിടെ? ബാ. അപ്പൊ നമ്മളെവിടെയാണ്? പറ. ഇത് വ്ളോഗ് ചെയ്യുമ്പോ കാര്യങ്ങൾ പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഗൈസ്, ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഞങ്ങളുടെ. നല്ല പ്രായമുണ്ട് എനിക്ക്. എനിക്ക് രണ്ട് കൈ വിട്ട് ആർക്ക് ടാറ്റൊന്നും കൊടുക്കരുത്. ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റേ അടിക്കുന്ന ഫ്രണ്ട്സ് ക്ലൗഡ് പെരിയ. അങ്ങനെ നമ്മൾ സ്റ്റേ അടിക്കുന്നിടത്തെത്തി ഗൈസ്. ഇത് ടെന്റ് സ്റ്റേ ആണ് ശരിക്കും. കയറാം, കയറും, എല്ലായിടത്തും കയറും. അതെ, അല്ല ആക്ച്വലി നമ്മൾ ഒരു ദിവസം ഒരു നൈറ്റ് നിൽക്കാനല്ലേ പോന്ന്. കണ്ടെത്തോന്നൂല. ഗൈസ്, ഇവിടുത്തെ വ്യൂ പോയിന്റ് നോക്കി. എടാ എടാ അടിപൊളിയായിരുന്നു. ആ ഫ്ലോയിൽ കയറിപ്പോടാ. കാലപ്പുറത്തോട്ടിരിക്കാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ടെന്റുകൾ. ഓ അടിപൊളിയാണ് കേട്ടോ ഇത് ടെന്റ്. ഇവിടുന്ന് കാണുന്ന വ്യൂ നോക്കി. ഇവിടെ ഗൈസ് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വൈബുള്ള സ്ഥലം. ഇനിയിപ്പോൾ നമ്മൾ
ഇപ്പോൾ എത്തി, എല്ലാം ഒന്ന് ടെൻ്റൊക്കെ എടുത്ത് സെറ്റായി. ഇനി നമ്മൾ ക്യാമ്പ് ഫയർ, അതാണ് നമ്മുടെ അടുത്ത പ്ലാനിങ്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ക്യാമ്പ് ഫയർ പരിപാടിയിലേക്ക് നീങ്ങാം. ക്യാമ്പ് ഫയർ നടക്കാൻ പോകുന്നത് അങ്ങ് താഴെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കാം. ഗൈസ്, നമ്മുടെ ക്യാമ്പ് ഫയർ ഫുള്ള് മിസ്റ്റി എഫക്റ്റിൽ കിടലനായ വൈബിൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ വിടും. കുറച്ചുകൂടെ അടുത്തടുത്തേക്ക്. പൊട്ടി തുടങ്ങി. അതാണ് എല്ലാവരും പുട്ടുണ്ടല്ലോ വിശപ്പടക്കാൻ. പണവും പ്രതാപവും
മുട്ടേവാ കുട്ടിൻ്റെ കൊടിയേവാ എന്തെങ്കിലും പറഞ്ഞു തീർക്കാം. ചേട്ടാ ഈ കുപ്പി ഫ്രീയാ. നീലക്കായലോളം വേരൽപ്പുഴയിലെ സിനിമ പാട്ട. പിന്നെ വേറൊരു വീടിനടുത്തുള്ള ആൾക്കാരുണ്ട്. ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആണോ? അവിടെയാണോ അത്? ഫ്രാങ്കൊക്കെ അറിയുന്നതിന്റെ സ്റ്റുഡന്റ് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. എടുത്തു പറയാം. ഗൈസ് ഇതല്ല ഒറിജിനൽ സൗണ്ട്. പനി പിടിക്കും. നീതി പോന്നേണോ ബാക്കില്? നദിയിലൂടെ നീതി പോന്ന തടിയായിട്ട് നീതി പോന്ന പിണങ്ങളെ എന്റെ കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നേ പിണങ്ങളെ എന്റെ കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം നീ എന്റെ കരളല്ലേ മാന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയൽ കനവാകേ പകലിന്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും മരയ്ക്കും നിൻ രൂപം മുന്നിൽ മൊത്തത്തിൽ പറഞ്ഞാൽ നീ എന്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ താനെ തന്നെ തന്നെ താനെ ക്യാമറ തിരിക്കും സെൽഫി എടുക്കും ഉള്ളിലുള്ള അല്ല അത് വേണ്ട
ജസ്റ്റ് എന്ത് ചെയ്താൽ മതി. ഗൈസ്, ഇതാണ് നമുക്ക് ടെന്നിൽ നിന്ന് കിട്ടുന്ന വ്യൂ. എടാ നീ പൊക്കടാ. നീ വിട്ടിട്ടില്ല. നീ ഓക്കെ ആണോ നോക്കിയേ? അല്ലേ ഗൈസ്, ചാർലി മൂവിക്കകത്ത കുളം ഫുള്ള് വരണ്ട് കിടക്കാണ്. ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് വെള്ളമെല്ലാം വറ്റി. അതെ അതെ, നമ്മളിന്ന് വെള്ളം നിറച്ച് ഇവക്ക് കാണിച്ചു കൊടുത്തിട്ടേ പോകത്തുള്ളൂ. നീ അവനെ കൊണ്ട് പോവല്ലോ ഇപ്പൊ. ഏത് നല്ല ആളുള്ള സ്ഥലമാണ്, മുങ്ങിച്ചാവരുത് നമുക്ക്. ഏതിനാടാ ഏത് ആ അത് ശരിയാ ഗായ്സ്. അതാ 2 തല മാത്രം. ആരോ വെട്ടി വെച്ചിട്ട് പോയതാ. ഇവിടെ കക്കാൻ കയറിയിട്ട് ആരോ വെട്ടി വെച്ചിട്ട് പോയ 2 തലകളാണ്. ഇനി വേറെ ആരും കക്കാതിരിക്കും. അത് ശരിയാണല്ലോ. ഇല്ല, ഒന്നിച്ചിരുന്നാലും ധരിക്കും. അതെ, അല്ല അത് ഓടിയെത്തുന്നത് ഋതു ആണല്ലോ അല്ലേ? ടൈമറിൽ ഓടിയെത്താൻ ഋതുവിന്റെ അത്രയും ടൈമിങ്. എന്താ പയ്യനോട്? അത് അന്ത പയ്യനോട് ഐഡിയ. അതെ, ഫോട്ടോ എടുത്തിട്ട് പോകാം. പൊങ്ങിക്കോ പൊങ്ങിക്കോ. ആ